ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫുഡൊക്കെ അടിച്ചതേ നമ്മുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി വേഗം ഫ്രഷായി നമുക്ക് അമ്പലത്തിൽ പോകാൻ റെഡിയാവാം. അമ്പലത്തിൽ പോകാൻ വേണ്ടി അമ്മയുടെ കയ്യിൽ നിന്ന് വലിയ ഗമയിൽ സാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലൗസും പാവാടും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചുരിദാർ റൂട്ട് നമ്മൾ ദേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്പലത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോവരുത്, നമ്മൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വേണം പോകാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കാണ്. പുറത്ത് റോട്ടിൽ മാത്രമാണ് തിരക്ക്, അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നില്ല. ടൂ വീലറിനെ കൊണ്ട് തടഞ്ഞ് നമുക്ക് നടക്കാനേ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ 2-3 തവണ നമ്മുടെ ചിദംബരം അമ്പലം പ്രദക്ഷിണം വെച്ച് അവസാനം ഒരു കാർ പാർക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ അമ്പലത്തിൽ പോവാം. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോഴേക്കും നമുക്ക് ശരിക്കും ആ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും കേട്ടോ. എന്ത് വലിയ അമ്പലമാണെന്നറിയോ, ഇതേപോലെ 7 നിലകളിലായിട്ട് 4 ഭാഗത്തും കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഗോപുരം ഉണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ശിവലിംഗത്തിന് പകരം നടരാജ വിഗ്രഹമാണ് ഉള്ളത്. ഇവിടുത്തെ അമ്പലക്കുളം കണ്ട 4 ഭാഗത്തും കൽപ്പടകളോട് കൂടി കെട്ടിച്ച ഒരു വലിയൊരു അമ്പലക്കുളം. ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് മോർണിംഗ് ടൈമിൽ പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി. എന്നാൽ ആ അമ്പലത്തിൻ്റെ ഭംഗിയൊക്കെ ശരിക്കും കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ ആ ദീപാരാധന സമയത്ത് അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ കിട്ടിയ ആ പോസിറ്റീവ് എനർജി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ നട തുറക്കണത്, മണിനാഥം, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇത്ര തിരക്കിൻ്റെ ഇടയിലും എനിക്ക് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് തൊഴാൻ പറ്റിയ. നിങ്ങൾ ഈവനിങ് ടൈമിലാണ് പോണേന്നുണ്ടെങ്കിൽ ദീപാരാധനയ്ക്ക് ശേഷമുള്ള ആ നട തുറപ്പും പൂജയും ഒന്നും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അത്ര പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ നമുക്ക് തരണത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് നേരെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ. പക്ഷെ അത്ര പോരായിരുന്നു, ഫുഡ് അത്ര പോരാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ് കേട്ടോ. ഇത് നമ്മുടെ ചിദംബരം അമ്പലത്തിനടുത്തുള്ള TTDC ഹോട്ടലാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ KTDC മാതിരിയാണ് TTDC നമ്മുടെ തമിഴ്നാട്ടിലെ അടിപൊളി ഹോട്ടലാണ്. അപ്പോൾ നിങ്ങൾ ചിദംബരം അമ്പലത്തിൽ വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒരു റൂം എടുത്തോ, അടിപൊളിയാണ് കേട്ടോ. ഞാൻ റൂം കാണിച്ചു തരാം. കയറുമ്പോൾ തന്നെ വിശാലമായ ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയ ഉണ്ട്, സൈഡിൽ ഡൈനിങ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ റൂമിൽ പോവാം. റൂം കുറച്ച് അലങ്കോലായിരിക്കും. പിന്നെ അവിടെ ഇരിക്കേണ്ടായത് എക്സ്ട്രാ ബെഡാണ്. എക്സ്ട്രാ ബെഡ് പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ 4 പേരും കൂടിയും കുത്തിത്തിരിയുക ബെഡിലാണ് കിടക്കാറ്. അപ്പോൾ വിശാലമായ ബെഡ്റൂമിൻ്റെ സൈഡിൽ വാഷ് ഏരിയ ഉണ്ട്. പിന്നെ ആ ബാത്റൂം മോഡേൺ ബാത്റൂം അല്ലെങ്കിലും അടിപൊളി വലിയ ബാത്റൂം. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി അപ്പോൾ നാളത്തെ പരിപാടികളും അടുത്ത ഡെസ്റ്റിനേഷനൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.